സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അറിവിന്റെ പേരിലാണ് അള്ളാഹു അവർക്ക് നൽകിയ അറിവ് എത്രമാത്രം വലിയ മഹത്വമുള്ളതാണ്. അറിവ് വലിയ മഹത്വമുള്ള സംഗതിയല്ലേ. നിങ്ങൾ നോക്ക്, നമ്മൾ അനുസ്മരിക്കുന്ന ബഹുമാനപ്പെട്ട ഗൗസുൽ ആലം അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് നീണ്ട വർഷക്കാലം ഇൽമു നുകർന്ന മഹാനാണ്. ദറസ്തുൽ ഇൽമ ഹത്താ സുർതു ഖുതുബാ വനിൽതു സഅദ മിൻ മൗലൽ മവാലി. അറിവ് ഞാനങ്ങ് പഠിച്ച് ഹത്താ സുർതു ഖുതുബൻ, ഞാൻ വലിയ ഖുതുബായി മാറി. അറിവാണ് ഏറ്റവും വലിയ മഹത്വമുള്ള സംഗതി. ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു അറിവ് നുകർന്നു പഠിച്ചത് 50 കൊല്ലമാണ്. 90 കൊല്ലം ജീവിച്ച മഹാൻ സ്വന്തം നാട്ടിൽ നിന്ന് 18 വയസ്സ് വരെ അറിവ് പഠിച്ചു. പിന്നെ ബഗ്ദാദിൽ പോയി 33 വർഷവും അറിവ് പഠിച്ചു. സുബ്ഹാനല്ലാഹ്, ആ അറിവിന്റെ കാഠം എത്രമാത്രം വലുതാണ്. അതുകൊണ്ടല്ലേ അവരെ സദസ്സിൽ വന്നിരിക്കുന്ന ആളുകൾ 10,000 ആളുകളുടെ ഓരോരുത്തരുടെയും കറകൾ നോക്കി തിരുത്താൻ കഴിവുള്ള മഹാനല്ലേ ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു. 100 പണ്ഡിതന്മാര് മുന്നിൽ വന്ന് 100 മസ്അലയുമായി ചോദ്യം ചെയ്ത് ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു ഒന്ന് പരിശോധിക്കാൻ വേണ്ടി വന്നപ്പോ ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു സാധാ പണ്ഡിതന്മാരല്ല, ബഗ്ദാദിലെ വലിയ പണ്ഡിതന്മാരാണ്, ബുദ്ധിരാക്ഷസന്മാരാണ്. മുന്നിൽ വന്നവര് സദസ്സിലങ്ങ് ഇരുന്നു. ഏറ്റവും ചെറിയ സദസ്സ് 10,000 ആളുകൾ സംബന്ധിക്കുന്ന സദസ്സാണ്. കൂടിപ്പോയാൽ 70,000 ഷെയ്ഖ് ജീലാനി തങ്ങളെ വാളിന്റെ മജ്ലിസാണത്. സഹോദരങ്ങളെ, 100 പണ്ഡിതന്മാരൊന്ന് ചോദിച്ച് പരിശോധിക്കാൻ വേണ്ടി വന്നിരുന്നപ്പോ ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു സ്റ്റേജിൽ വന്നിരുന്ന് കസേരയിലൊന്ന് ഇരുന്നിട്ട് തലതാഴ്ത്തിയപ്പോ മഹാനവറുകളെ നെഞ്ചിന്റെ ഭാഗത്തുനിന്നൊരു മിന്നൽ പ്രകാശം ഈ 100 പേരുടെ ശരീരത്തിന്റെ നെഞ്ചിന്റെ ഭാഗത്തിലൂടെ ഇങ്ങനെ ഒരസി അങ്ങ് പോയി. അപ്പോഴേക്ക് അവരെ ഖൽബിന്റെ അകത്തുള്ള മുഴുവൻ ഇൽമും പറിച്ചെടുക്കപ്പെട്ടു പോയി. 100 പണ്ഡിതന്മാരും നിലവിളിക്കുകയാണ്, അട്ടഹസിക്കുകയാണ്, വസ്ത്രങ്ങൾ പറിച്ച് ചീന്തുകയാണ്. സുബ്ഹാനല്ലാഹ്, അവരെ അറിവ് മുഴുവനും പോയി. കാരണം അവര് പരിശോധിക്കാൻ വേണ്ടി വന്നവരല്ലേ. ആ പരിശോധനക്കുള്ള ഒരു ടെസ്റ്റ് ഡോസ് അങ്ങ് കൊടുത്തതാണ്. ആരെ പരിശോധിക്കാനാ വന്നത്? ഇൽമിന്റെ ബഹറായ അഖ്താബുകളിൽ വലിയ നേതാവായ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളെ പരിശോധിക്കാനാ വന്നിരിക്കുന്നത്. സാധാരണ ആളുകളല്ല, പണ്ഡിതന്മാരായ നല്ല ബുദ്ധിമാന്മാരായ അറിവാളന്മാരാ വന്നിരിക്കുന്നത്. അവരെ മനസ്സിലുള്ള അറിവുകൾ മുഴുവനും അങ്ങ് നീങ്ങിയപ്പോ സദസ്സിൽ നിന്ന് ശബ്ദിച്ചവര് കരയാൻ തുടങ്ങി. ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു ഇനി അവർക്ക് പരിഹാരം കൊടുക്കണ്ടേ? അവര് നമ്മളെ മനസ്സിലുള്ളതൊക്കെ അറിയോ? അതൊക്കെ ചോദ്യം കിട്ടോ? ചോദിച്ചാ ഉത്തരം കിട്ടോ? ഇതല്ലേ നോട്ടുണ്ടായിരുന്നത്. ഷെയ്ഖ് ജീലാനി തങ്ങൾ 100-ൽ ഓരോരുത്തരെയും അടുത്തേക്ക് വിളിച്ചു. ഒന്നിങ്ങനെ അണച്ചുകൂട്ടി പിടിച്ചങ്ങ് വിട്ടു. 100 പേരെയും അണച്ചുകൂട്ടി പിടിച്ചു വിട്ടു. അവിടെ പോയിരിക്കാൻ പറഞ്ഞു. അണച്ചുകൂട്ടിയപ്പോഴേക്ക് അവർക്ക് അല്ലാഹു ഖൽബിൽ നിറയെ ഇൽമു നൽകി, വിശാലമായ അറിവ് നൽകി. 100 പേരും കസേരയിൽ പോയി ഇരുന്നപ്പോ ഷെയ്ഖ് ജീലാനി തങ്ങൾ ഇരുന്ന ഇരുത്തത്തിൽ വെച്ച് പറഞ്ഞു, ഒന്നാമത്തെ ആളുടെ ചോദ്യം ഇതല്ലേ, ഉത്തരം ഇതാ. രണ്ടാമത്തെ ആളെ ചോദ്യം ഇതല്ലേ, ഉത്തരം ഇതാ. 100 പേരുടെയും ചോദ്യം അവരെ കൊണ്ട് ചോദിപ്പിക്കാതെ മഹാനവറുകൾ ആ ചോദ്യം അങ്ങ് എണ്ണി പറഞ്ഞ് മറുപടിയും കൊടുത്തു. അവര് പറഞ്ഞു, ഉസ്താദേ, ഞങ്ങൾക്ക് പൊരുത്തപ്പെട്ടു തരണം, ഞങ്ങളൊരു പരിശോധനക്ക് വന്നതാണ്.
സഹോദരങ്ങളെ, നമ്മുടെ കൂട്ടത്തിൽ ഒരാളെ മനസ്സിന്റെ അകത്ത് കിടക്കുന്ന സീക്രട്ടുകൾ ഏതെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ നമുക്ക്? മഹാന്മാരുടെ കൽബിന് അല്ലാഹു തആല കൊടുക്കുന്ന ഒരു വെളിച്ചം നോക്ക് നിങ്ങൾ. ആ കൽബ് നേരെ മുന്നിലേക്ക് തുറന്നു വച്ചാൽ 10,000 1,00,000 അതിലപ്പുറം ജനസംഖ്യ കൂടിയാലും വന്നവർക്കുള്ള പ്രശ്നങ്ങളും പ്രതിവിധികളും ചികിത്സിച്ചു മാറ്റാൻ അവർക്ക് സെക്കൻഡുകൾ മതി, മണിക്കൂറുകൾ വേണ്ട. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് കൊടുക്കുന്ന അറിവ് അങ്ങനെയാണ്. ആത്മജ്ഞാനികളുടെ മനസ്സിന്റെ തെളിവ് അങ്ങനെയാണ്. ഖുലൂബുൽ ആരിഫീന ലഹാ ഉയൂനു തറാ മാ ലാ യറാഹുൻ നാദിറൂന. ആത്മജ്ഞാനികളുടെ കൽബ്, ആ കൽബിനൊരു പ്രത്യേക തരം ദൃഷ്ടിയുണ്ട്. സാധാരണ നോക്കുന്ന ആളുകൾ നോട്ടം കൊണ്ട് കാണാത്ത വിശാലമായ കാഴ്ചപ്പാട് അല്ലാഹു തആല അവർക്ക് നൽകിയിട്ടുണ്ട്. കാരണം ഇൽമു പഠിച്ച് ഇബാദത്തിലായി മുഴുകിയിട്ട് ഒരു കറയുടെ ഒരു ചെറിയ ലാഞ്ചന പോലും ഇല്ലാത്ത തെളിഞ്ഞ കൽബാണ് അവരെ കൽബ്. ആ കൽബ് മുന്നിലേക്ക് അങ്ങ് വെക്കുമ്പോൾ അപ്പുറത്തുള്ള പുറത്തുള്ളതും ഉള്ളിലുള്ളതും ഇങ്ങോട്ട് പകർത്തുകയാണ്. കണ്ണാടി കണ്ടിട്ടില്ലേ സഹോദരങ്ങളെ? ആ കണ്ണാടിയിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് കാഴ്ചക്ക് തടസ്സമുള്ള വല്ലതും ഉണ്ടെങ്കിൽ നമ്മൾ ആ കണ്ണാടി മാറ്റും. കാരണം ഇതിന് കറ ബാധിച്ചിട്ടുണ്ട്. അതേ സമയത്ത് തെളിഞ്ഞ കണ്ണാടിയാണോ, നമ്മളെ മുഖത്തുള്ള കറ അതിൽ കാണുന്നു. മറ്റൊരാൾ നോക്കിയിട്ട് കാണാത്ത പുള്ളി കാണുന്നുണ്ട്, ചുളിവ് കാണുന്നുണ്ട്, പല്ലിന്റെ ഉള്ളിലെ കറ കാണുന്നുണ്ട്. നാവ് നീട്ടി നോക്കുമ്പോ അണ്ണാക്കിന്റെ അങ്ങേയറ്റത്തുള്ള കറുപ്പ് പോലും കണ്ണാടിയിൽ കാണുന്നുണ്ട്. ആ കണ്ണാടിക്ക് എന്തൊരു തെളിവുണ്ട്! അതിനേക്കാളും വലിയ തെളിവാണ് മഹാന്മാരുടെ കൽബിന്. ആ കൽബ് നിവർത്തി വെക്കുമ്പോ മുന്നിൽ വന്നിരിക്കുന്ന ആളുകളുടെ സംശയങ്ങൾ ദൂരീകരിക്കുന്നു, രോഗങ്ങൾക്ക് മറുപടി പ്രതിവിധി കൊടുക്കുന്നു, അവരുടെ മനസ്സിൽ അങ്കുരിക്കുന്ന അന്ധവിശ്വാസങ്ങൾ മുഴുവനും തുടച്ചു നീക്കുന്നു. അതിനു മാത്രം ഇൽമാണ് അല്ലാഹുർക്ക് നൽകിയത്. ഇൽമല്ലേ മുഖ്യം. ദറസ്തുൽ ഇൽമ ഹത്താ സുർതു ഖുതുബാ വനിൽതു സഅദ മിൻ മൗലൽ മവാലി. വളരെ ത്യാഗം ചെയ്ത് പഠിച്ച് പഠനത്തിന്റെ അങ്ങേയറ്റം പ്രാപിച്ചപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മഹാനുഭാവന് നൽകിയ സ്ഥാനം ചെറുതൊന്നുമല്ല, വളരെ വലിയ സ്ഥാനം നൽകി. പഠിച്ച ഇൽമനുസരിച്ച് ഓരോ ദിവസവും അങ്ങ് പ്രവർത്തിക്കുകയാണ്. അല്ലാഹു നമ്മുടെ ഇൽമനുസരിച്ച് അമൽ ചെയ്യാനുള്ള തൗഫീഖ് തരട്ടെ സഹോദരങ്ങളെ.